എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 23 ദേവഹൂതിയുടെ ദുഃഖം. അപ്പോൾ കഴിഞ്ഞ ദിവസം 22ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് മൈത്രേയ മഹർഷി വിതുരരോട് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ചരിതം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപയുടെയും അവരുടെ ചരിതത്തിൻ്റെ പ്രത്യേകത എന്താ? തീർച്ചയായും വർണ്ണിക്കപ്പെടാൻ അർഹതയുള്ള ചരിതം തന്നെയായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രി ദേവഹൂതിയുടെ കഥയാണ് ഇനി ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച. പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വി പതിം ഇംഗിത കോവിദ നിത്യം പര്യചരത് പ്രീത്യ ഭവാനി ഇവ ഭവം പ്രഭും. പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വി പതിം ഇംഗിത കോവിദ നിത്യം പര്യചരത് പ്രീത്യ ഭവാനി ഇവ ഭവം പ്രഭും. അതായത് പിതൃഭ്യാം പ്രസ്ഥിതേ, അച്ഛനും അമ്മയും പോയ ശേഷം, പ്രസ്ഥിതേ പോയതിന് ശേഷം, അതായത് സരസ്വതി നദിയുടെ തീരത്ത് കർദമ മഹർഷിയുടെ ആശ്രമത്തിലേക്കായിരുന്നു സ്വയംഭുവ മനു ശതരൂപയും പുത്രിയോടൊപ്പം വന്നത്. അപ്പോൾ അവരുടെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം മാതാപിതാക്കൾ അവിടെ നിന്നും പോയതിന് ശേഷം സാധ്വിയായിട്ടുള്ള ദേവഹൂതി അവളുടെ പതിയായിട്ടുള്ള കർദമ മുനിയെ ഇംഗിത കോപിത, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള സാധ്വിയായിട്ടുള്ള ദേവഹൂതി അവളുടെ പതിയായ കർദമ മഹർഷിയെ ഭവാനി ഇവ, ഭവാനി എന്ന് പറഞ്ഞാൽ പാർവതി ദേവി എന്ന പോലെ, ഇവ എന്ന പോലെ പ്രഭു, അവളുടെ പാർവതി ദേവി അവളുടെ പ്രഭുവായിട്ടുള്ള മഹാദേവനെ എങ്ങനെയാണോ സേവിച്ചത് പരിചരിച്ചത് അതുപോലെ നിത്യം പര്യചരത് പ്രീത്യ, വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം പതിയെ കർദമ മഹർഷിയെ എന്നും പരിചരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പോയതിന് ശേഷം സാധ്വിയായിട്ടുള്ള ദേവഹൂതി ഇനി തൻ്റെ ധർമ്മം പിതൃസേവ പതിവ്രതാധർമ്മമാണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കാൻ കഴിവുള്ള അവള് പാർവതി ദേവി ശിവഭഗവാനെ എങ്ങനെയാണോ സേവിച്ചത് അതുപോലെ സ്വന്തം വളരെയധികം സ്നേഹത്തോടു കൂടി കർദമ മഹർഷിയെ പരിചരിച്ചു കൊണ്ടുപോന്നു. ഒരു മിനിറ്റ്. ശ്ലോകം 2. ഇനി എങ്ങനെയാണ് ദേവഹൂതി 2ഉം 3ഉം ശ്ലോകങ്ങളിൽ അതാണ് പറയുന്നത്. എപ്രകാരമാണ് ദേവഹൂതി സ്വന്തം ഭർത്താവിനെ പരിചരിച്ചത് എന്നാണ് പറയുന്നത്. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ. ഇനി ശ്ലോകം 3ലേക്ക് കടന്നാൽ വിസൃജ്യ കാമം ദമ്പം ച ദ്വേഷം ലോഭം അഹം മദം അപ്രമത്ത ഉദ്യത നിത്യം തേജീയാംസം അദോഷയത്
വിസൃജ്യ കാമം ദമ്പം ച ദ്വേഷം ലോഭം അഘം മതം അപ്രമത്ത ഉദ്യത നിത്യം തേജീയാംസം അദോഷയത്. അതായത് വിശ്രംഭേണ ദൃഢവിശ്വാസത്തോടു കൂടി ആ ദേവഹൂതി അപ്പം മൈത്രേയ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ദേവഹൂതി ദൃഢവിശ്വാസത്തോടെ ആത്മശൗചേന ശരീരവും മനസ്സും പരിശുദ്ധമാക്കിയിട്ട് ഗൗരവേണ വളരെ ബഹുമാനപൂർവം ദമേന മനസംയമനത്തോടു കൂടിയിട്ട് ശുശ്രൂഷയ അതായത് ഒരു സേവന മനോഭാവം ഭർത്താവിനെ തനിക്ക് സേവിക്കണം പരിചരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ സൗഹൃദേന വളരെ സ്നേഹപൂർവം വാചാ മധുരയ മധുരതരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഭോ ഭോ എന്ന് പറയുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുകയാണ്. അല്ലയോ വിതുരരെ, അങ്ങനെ വളരെ എന്താണ് ദൃഢവിശ്വാസത്തോടെ സ്നേഹത്തോടെ ശരീരമനോശുദ്ധിയോടുകൂടി ബഹുമാനപൂർവം അതുപോലെ മനസംയമനത്തോടെ ശുശ്രൂഷയ ഒരു സേവന മനോഭാവത്തോടും കൂടി മധുരതരമായ വാക്കുകൾ പറഞ്ഞ് ഇനി എന്തൊക്കെയാണ് ഉപേക്ഷിച്ചത് അതാണ് പറയുന്നത്. കാമം ആഗ്രഹം, ദമ്പം അഹങ്കാരം, ദ്വേഷം വെറുപ്പ്, ലോഭം അത്യാർത്തി, അഘം പാപമായ പ്രവൃത്തികൾ, അതുപോലെ മതം അഹങ്കാരം എന്നിങ്ങനെയുള്ള എല്ലാ കാമക്രോധ വികാരങ്ങളെയും വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് അപ്രമത്ത ഉദ്യത അതായത് പ്രചോദിതമായ ആ ബുദ്ധിയാൽ നിരന്തരം പരിശ്രമിച്ചിട്ട് കഠിനാധ്വാനം ചെയ്ത് നിത്യം എന്നും തേജീയാംസം അത്രയും തേജസ്വിയായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ അദോഷയത് സംതൃപ്തിപ്പെടുത്തിയെന്ന്. അതായത് ആ ആശ്രമത്തിൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് ഒരു ലൗകിക ജീവിതമല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഒരു മോക്ഷാർത്ഥിയായിരുന്നു. മോക്ഷത്തിനാഗ്രഹിച്ചുകൊണ്ട് യാഗയജ്ഞങ്ങളൊക്കെ നടത്തി തപസ് ചെയ്ത മഹാമുനിയാണ് കർദമ മഹർഷി. അപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു യാഗം ഹോമം ഇതൊക്കെ ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. മനസ്സിലായോ? ഒരു ലൗകിക ജീവിതം നയിക്കലല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക, ധ്യാനം തപസ് ചെയ്യുക, ഇതൊക്കെയാണ്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തിനെ പരമാവധി പരിചരിച്ചുകൊണ്ട് മനസ്സിനകത്ത് നിന്നും ആ കാമക്രോധ ലോഭ ദമ്പമായ എല്ലാ വികാരങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അതുപോലെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സേവന മനോഭാവത്തോടുകൂടി ശരീര മനോശുദ്ധിയോടുകൂടി അവൾ ദേവഹൂതി സ്വന്തം തേജസ്വിയായ തൻ്റെ ഭർത്താവിനെ പൂർണ്ണമായും പരിചരിച്ച് സംതൃപ്തിപ്പെടുത്തി. പക്ഷേ കർദമ മഹർഷിയെ സംതൃപ്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സാഗ്രഹിച്ചത് അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനെയൊരു ഇപ്പം അദ്ദേഹം ഒരു സന്യാസ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ടും. അപ്പം ആ ഒരു അദ്ദേഹത്തിന് അതാണ് യഥാർത്ഥത്തിൽ ഇഷ്ടം. പക്ഷെ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തതാണ് ഗൃഹസ്ഥാശ്രമം. അപ്പം സന്യാസ ജീവിതത്തിൽ തന്നെയാണ് അദ്ദേഹം അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് അതായതുകൊണ്ട് ദേവഭൂതി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുത്തു. പക്ഷെ ഇവിടെ ദേവഭൂതിയുടെ മനസ്സിൽ ഇതായിരുന്നില്ല ആഗ്രഹം. അതാണ് നമ്മൾ ഇനി ഉള്ള ശ്ലോകങ്ങളിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 4-5. സ വൈ ദേവർഷിവര്യഃ സ്ഥാം മാനവീം സമനുവൃതാം ദൈവാദ് ഗരീയസ പത്യു ആശാസാനാം മഹാശിഷഃ കാലേന ഭൂയസാ ക്ഷാമാം കർഷിതാം വ്രതചര്യയാ പ്രേമഗദ്ഗദയാ വാചാ പീഡിതഃ കൃപയാ അബ്രവീത്. സഹ വൈ ദേവർഷിവര്യസ്താം മാനവീം സമനുവൃതാം ദൈവാദ് ഗരീയസ പത്യു ആശാസാനാം മഹാശിഷഃ കാലേന ഭൂയസാ ക്ഷാമാം കർഷിതാം വ്രതചര്യയാ പ്രേമഗദ്ഗദയാ വാചാ പീഡിതഃ കൃപയാ അബ്രവീത്. അതായത് സഹവൈ. അപ്പോൾ ഈ കുറേ നാളുകളായിട്ട് ദേവഹൂതി കർദമ മഹർഷിയെ ഇങ്ങനെ പരിചരിച്ചു കൊണ്ട് പോവുകയാണ് കേട്ടോ. മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും അദ്ദേഹത്തോട് പറയണില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സഹവൈ ആ കർദമ മഹർഷിക്ക് ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് ദേവഹൂതിയെ സ്വന്തം പത്നിയെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് കാണുന്നത് അവളുടെ ശരീരമാകെ മെലിഞ്ഞ് വളരെ ദുർബലയായി ക്ഷീണിച്ചിരിക്കുന്നത് അദ്ദേഹം അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഈ രഥത്തിൽ വന്ന് ഈ ആശ്രമത്തിൻ്റെ പരിസരത്ത് വന്ന് ഇറങ്ങുമ്പോൾ വലിയൊരു രാജകുമാരിയായിട്ടാണ് വന്നിറങ്ങിയത്.
പക്ഷേ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ അവളെ നോക്കുമ്പോൾ അവൾ വല്ലാതെ ക്ഷീണിച്ച് മെലിഞ്ഞ് ദുർബലയായിട്ടാണ് മഹർഷി കാണുന്നത്. അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ ഒരു ചെറിയൊരു കുറ്റബോധം ഉണ്ടാവുകയാണ്. ഞാൻ എന്തുകൊണ്ട് അവളെ ശ്രദ്ധിച്ചില്ല? ഞാനിവിടെ സംതൃപ്തയാണ്, എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാം അവളെനിക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ അവളുടെ മനസ്സ് ഞാൻ ശ്രദ്ധിച്ചില്ലേ? അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് മെലിഞ്ഞ് ദുർബലയായിരിക്കുന്നത്? അപ്പോൾ അവൾ സന്തോഷവതിയല്ലേ? അത് ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാളുകൾ അത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ഒരു ചെറിയൊരു കുറ്റബോധം അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം പറയാണ്, സഹവൈ ആ കർദമ മഹർഷി ദേവർഷി വര്യൻ, ദേവർഷിമാരിൽ അഗ്രഗണ്യനായ ശ്രേഷ്ഠനായ കർദമ മഹർഷി മാനവീം മനുവിൻ്റെ പുത്രിയായിട്ടുള്ള താം ആ ദേവഹൂതി. ഇനി അവളുടെ പ്രത്യേകതകളാണ് പറയുന്നത് കേട്ടോ. സമനുവൃതാം. സമനുവൃതാം എന്ന് വെച്ചാൽ ഭർത്താവിനെ അനുകരിക്കുക. അതേപോലെ ഭർത്താവിൻ്റെ മനസ്സ് എന്തിലേക്കാണോ സന്യാസമാണെങ്കിൽ അതേപോലെ അതിനെ അനുകരിച്ചു പോവുക. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് ആ മനസ്സ് പോകുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ പിന്തുടർന്ന് പോവുക. അതാണ് സമനുവൃത. അങ്ങനെ ചെയ്യുന്ന ദൈവാദ് കരീയസ, ദൈവാദ് ഈശ്വരാനുഗ്രഹത്തേക്കാൾ വലിയ അനുഗ്രഹമാണ് തനിക്ക് ലഭിച്ച തൻ്റെ ഭർത്താവ് എന്ന് കാണുന്ന, അങ്ങനെ ചിന്തിക്കുന്ന എന്നാൽ അതുപോലെ പത്യു സ്വന്തം ഭർത്താവിൽ നിന്നും ആശാസാനാം മഹാശിഷ, വലിയ മഹത്തായ ഒരു അനുഗ്രഹം, മഹാശിഷ എന്ന് വെച്ചാൽ അനുഗ്രഹം, ആശാസാനം പ്രതീക്ഷിച്ച് കഴിയുന്ന. അപ്പോൾ ഭർത്താവിൽ നിന്നും വലിയൊരു അനുഗ്രഹം അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തുല്യം തേജസ്വിയായ ഒരു സന്തതിയെ അദ്ദേഹത്തിൽ നിന്നും തനിക്ക് വേണം എന്നൊരു ആഗ്രഹമാണ് അവളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ദേവഹൂതിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ദേവഹൂതി ഭർത്താവിൽ നിന്നും വളരെ മഹത്തായ ഒരു അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമാണ് തൻ്റെ പതി എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇംഗിതമറിഞ്ഞ് മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ പിന്തുടരുന്ന ആ മനുപുത്രിയായ ദേവഹൂതിയോട് ദേവർഷിവര്യന്മാരിൽ ശ്രേഷ്ഠനായ കർദമ മഹർഷി അബ്രവീത് പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. അത് പറയാനുള്ള കാരണം അദ്ദേഹം ചിന്തിച്ചത് കാലേന ഭൂയസ, ദീർഘകാലമായിട്ട് ക്ഷാമാം കർഷിത, ക്ഷാമാം എന്ന് വെച്ചാൽ ദുർബലമായിരിക്കുന്ന, കർഷിത എന്ന് വെച്ചാൽ മെലിഞ്ഞുണങ്ങിയ വൃതചര്യ, ദൃഢകാലത്തെ വൃതചര്യകൾ കൊണ്ടും സേവന മനോഭാവം കൊണ്ടും ഈ കഠിനാധ്വാനം കൊണ്ടും ശരീരമാകെ മെലിഞ്ഞ് ക്ഷീണിച്ച് ദുർബലയായിരിക്കുന്ന തൻ്റെ പത്നിയെ കണ്ടിട്ട് പ്രേമഗദ്ഗതയ, അതായത് അവളോടുള്ള സ്നേഹം കൊണ്ട് തൊണ്ടയിടറിയിട്ടുള്ള വാക്കുകളാൽ പീഡിതം എന്ന് വെച്ചാൽ എന്താ? ദുഃഖം മനസ്സിലുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇത്രയും നാളും അവൾ സന്തോഷവതിയാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, അവൾ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കുറ്റബോധം. അപ്പം അതാണ് പീഡിത. അതിൻ്റെ ഒരു ദുഃഖം കൊണ്ടുള്ള മനസ്സോടുകൂടി കൃപയ, അതായത് കാരുണ്യത്തോടുകൂടി അബ്രവീത് ദേവഹൂതിയോട് കർദമ മഹർഷി ചോദിച്ചു എന്ന്. അപ്പം എന്താണ് ചോദിച്ചതെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ആ കർദമ മഹർഷി തൻ്റെ പത്നി തന്നെയാണ് പിന്തുടരുന്നത്, തനിക്ക് വേണ്ടതെല്ലാം നൽകി അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായി കാണുന്ന, അതുപോലെ തന്നെ പതിയിൽ നിന്നും മഹത്തായ ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവൾ ദീർഘകാലമായിട്ട് അതും ഒരു വ്രതചര്യകളോടും അതുപോലെ തന്നെ തന്നോടുള്ള കഠിനാധ്വാനത്തോടു കൂടി തന്നെ പരിചരിച്ച് ശുശ്രൂഷിക്കുന്നതിനാൽ ക്ഷീണിച്ച് തളർന്ന് മെലിഞ്ഞിരിക്കുന്ന അവളുടെ ആ ശരീരം കണ്ടിട്ട് ഇടറുന്ന വാക്കുകളോടുകൂടി ഒരല്പം കുറ്റബോധത്തോടും അവളോടുള്ള സ്നേഹത്തോടും കൂടി ദേവഹൂതിയോട് കർദമ മഹർഷി പ്രകാരം ചോദിച്ചത് ശ്ലോകം 6 കർദമ ഉവാച. കർദമ മഹർഷി പറയുന്നു, തുഷ്ടഃ അഹം അദ്യ തവ മാനവി മാനദായ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യഹ ദേഹിനാം അയം അതീവ സുഹൃത്ത് സ്വദേഹോ ന ആവേക്ഷിതഃ സമുചിതഃ ക്ഷപിതും മധർത്തേ. തുഷ്ടഃ അഹം അദ്യ തവ മാനവീ മാനദായ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യഹ ദേഹിനം അയം അതീവ സുഹൃത് സ്വദേഹോ ന ആവേക്ഷിതഃ സമുചിതഃ ക്ഷപിതും മദർത്തേ. തുഷ്ടഃ അഹം അദ്യ, അഹം കർദമ മഹർഷി പറയാണ്, ഞാൻ അദ്യ ഇന്ന് തുഷ്ടഃ നിന്നിൽ പൂർണ്ണ സന്തുഷ്ടനായിരിക്കുന്നു, തവ ഭവതി
മാനവി എന്ന് വെച്ചാൽ അല്ലയോ മനുപുത്രി, ഭവതിയുടെ മാനതായ എന്ന് വെച്ചാൽ അർത്ഥം അത്രമാത്രം മാനിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള ശുശ്രൂഷയാ പരമയ, ഈ അത്യധികം ശ്രേഷ്ഠമായ ഈ എന്നോട് കാണിച്ച ഈ ഒരു സേവനം ഉണ്ടല്ലോ, എന്നെ ഈ സേവിച്ചത് പരയാച്ച ഭക്തിയ, പരമമായ ഭക്തിയോടെ അത്യധികം ബഹുമാനിക്കപ്പെടേണ്ടുന്ന രീതിയിലാണ് ഭവതി എന്നെ ഇത്രയും കാലം സേവിച്ചത്. അതിനാൽ യഹ എന്നിട്ട് പറയുകയാണ്, യഹ ആർക്കാണ്, ദേഹിനാം എന്ന് വെച്ചാൽ ദേഹികൾ, അതായത് ദേഹത്തിലിരിക്കുന്ന ഓരോ ജീവസത്തയ്ക്കും ശരീരസ്ഥരായിരിക്കുന്ന ജീവന്മാർക്ക് അതിലാർക്കാണ് എല്ലാവർക്കും അതീവ സുഹൃത്ത്, അവരുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് സ്വദേഹം, സ്വന്തം ശരീരമാണ്. എല്ലാ ദേഹികൾക്കും ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് സ്വന്തം ശരീരമാണ്. എന്നിട്ട് പോലും ആ ശരീരത്തെ ശ്രദ്ധിക്കാതെ മദർത്തെ എനിക്ക് വേണ്ടി ക്ഷപിതും, നീ ആ ശരീരത്തെ ക്ഷപിതും എന്ന് വെച്ചാൽ മറന്നിട്ട്, ആ ശരീരത്തെ മറന്നിട്ട് സമുചിത എനിക്ക് ഉചിതമായ രീതിയിൽ നീ എന്നെ പരിപാലിച്ചു. ന ആവേക്ഷിത എന്ന് വെച്ചാൽ എന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല എന്ന്, മനസ്സിലായോ? എന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തെ പോലും വിസ്മരിച്ചിട്ട് നീ എന്നെ സേവിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു എന്നർത്ഥം. അപ്പോൾ അല്ലയോ മനുപുത്രിയായ ദേവഹൂതി, ഭവതി പരമഭക്തിയോടുകൂടി ഇത്രയും കാലം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ എന്നെ പരിചരിച്ചു. ഞാൻ ഇന്ന് അതിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഏതൊരു ദേഹികൾക്കും ഏറ്റവും എല്ലാവരോടും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും ഏറ്റവും പ്രിയപ്പെട്ടത് ആദ്യം സ്വന്തം ശരീരം തന്നെയാണ്. ആ ശരീരത്തെ പോലും മറന്നിട്ട്, എനിക്ക് വേണ്ടി ആ ശരീരത്തെ പോലും മറന്നിട്ട് നീ ഇത്രയും കാലം എന്നെ സേവിച്ചു, എന്നെ ശ്രദ്ധിച്ചു, എന്നെ പരിചരിച്ചു, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ദേവഹൂതിക്കൊരു അനുഗ്രഹം കൂടി കൊടുക്കുകയാണ് ശ്ലോകം 7. യേ മേ സ്വധർമ്മനിരതസ്യ തപ സമാധി വിദ്യ ആത്മയോഗ വിജിത ഭഗവത് പ്രസാദഃ താനേവ തേ മത അനുസേവനയാ അവരുദ്ധാൻ ദൃഷ്ടിം പ്രപശ്യ വിതരാമി അഭയാൻ അശോകാൻ. യേ മേ സ്വധർമ്മനിരതസ്യ തപ സമാധി വിദ്യ ആത്മയോഗ വിജിത ഭഗവത് പ്രസാദ താനേവ തേ മദനുസേവനയാ അവരുദ്ധാൻ ദൃഷ്ടിം പ്രപശ്യ വിതരാമി അഭയാൻ അശോകാൻ. അതായത് ഇവിടെ പറയുന്നത് മേ എന്ന് വെച്ചാൽ എൻ്റെ സ്വധർമ്മനിരതസ്യ, അതായത് എൻ്റെ ആ സ്വധർമാചരണത്തിൽ ഞാൻ മുഴുകിക്കഴിഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ സ്വധർമാചരണം എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം സന്യാസം, അതിനാണ് ഇപ്പം അദ്ദേഹത്തിന് താല്പര്യം. ഏറ്റവും താല്പര്യം അദ്ദേഹത്തിന് അത് തന്നെ, സന്യാസ ജീവിതം നയിക്കണമെന്നായിരുന്നു. അപ്പം സന്യാസ ജീവിതത്തിൻ്റെ സ്വധർമാചരണം അതാണ് കേട്ടോ. ആ ജീവിതത്തിലൊരു ധർമ്മം ഉണ്ടല്ലോ, സന്യാസി നിർവഹിക്കേണ്ടതായ ധർമ്മം. ആ സ്വധർമാചരണത്തിൽ മുഴുകി കഴിയുന്ന ഈ ഞാൻ നേടിയ ഞാൻ തപസ് ചെയ്തു, സമാധി അവസ്ഥയിലെത്തി, വിദ്യ ആത്മവിദ്യ നേടി, യോഗാവസ്ഥയെ പ്രാപിച്ചു. ഇവയെല്ലാം ഭഗവത് പ്രസാദ വിജിത, ഭഗവാന്റെ അനുഗ്രഹത്താൽ വിജിത ഞാൻ നേടിയതാണ്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ സ്വധർമാചരണത്തിൽ മുഴുകി കഴിയുന്ന എൻ്റെ തപസ്, സമാധി, അതുപോലെ ആത്മവിദ്യ, യോഗാവസ്ഥ, ഇവയെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞാൻ ഈ സന്യാസ ജീവിതം ശരിയായ രീതിയിൽ നിർവഹിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചതാണ് ഇതെല്ലാം. ഇനി ഞാൻ ഈ നേടിയ സിദ്ധിയെ, ആദ്യത്തെ എന്ന് പറയുന്നത് എന്തൊക്കെയാണോ അങ്ങനെ ഞാൻ നേടിയത് അതിനെ താൻ ഏവ ആ സിദ്ധികളെയെല്ലാം തേ ഭവതി മത് അനുസേവനയാ അവരുദ്ധാൻ. അനുസേവനയാ പരിപൂർണമായ സംതൃപ്തിയോടും സ്നേഹത്തോടും കൂടി ദീർഘകാലം എന്നെ സേവിച്ചതിലൂടെ ആ സിദ്ധികളൊക്കെ അവരുദ്ധാൻ ഭവതിക്കും കൈവരുന്നു. മനസ്സിലായോ? എന്തൊക്കെ സിദ്ധികളാണോ ഒരു സന്യാസ ജീവിതം സ്വധർമാചരണത്തിൽ ഭംഗിയായി നിർവഹിച്ച് ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നേടിയത്, ആ സിദ്ധികളൊക്കെ ഇത്രയും കാലം മനസ്സിൽ ഒരു ആഗ്രഹവും പറയാതെ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കാണിക്കാതെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഭവതി എന്നെ സേവിച്ചു. ആ സേവിക്കുന്നതിലൂടെ
ഭവതിക്കും ഞാൻ നേടിയ ആ സിദ്ധികളൊക്കെ കൈവരും എന്നാണ്. നമ്മൾ പറയുന്നതായിട്ടില്ലേ, പരമഹംസ യോഗികളായിട്ടുള്ളവരെ സേവിക്കുന്നത് ആരാണോ അവരുടെ ഭക്തരായിട്ട്, ആ സേവിക്കുന്നവർക്കും അവരുടെ അനുഗ്രഹത്താൽ സകല സിദ്ധികളും കൈവരും എന്ന് പറയുന്നതാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത്. ഒരു നിസ്വാർത്ഥമായിട്ടാണ് ദേവഭൂതി. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇന്നത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്. പൂർണ്ണ സ്നേഹത്തോടും സംതൃപ്തിയോടും കൂടിയിട്ടാണ് കർദമ മഹർഷിയെ അവൾ സേവിച്ചത്. അതിനാൽ ആ സേവനത്തിൽ സംതൃപ്തനായ ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ സന്യാസം കൊണ്ട് തപസ്സുകൊണ്ട് ഞാൻ നേടിയ സിദ്ധികൾ അവിടത്തേക്കും ഭവതിക്കും കൈവരും. എന്നിട്ട് പറയാണ്, ഈ സിദ്ധിയുടെ പ്രത്യേകത അഭയാൻ അശോകാൻ. ആ ഭയാൻ, ഈ സിദ്ധി നേടിക്കഴിഞ്ഞാൽ പിന്നെ ഭയം ഉണ്ടാവില്ല. അശോകാൻ, ശോകം ദുഃഖവും ഉണ്ടാവില്ല ഈ സിദ്ധി നേടിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഈ സിദ്ധിയെ ദൃഷ്ടിയും പ്രപശ്യ, ആ സിദ്ധി കൈവരുന്നതിന് മുൻപ് ദേവി അത് നേരിട്ട് കണ്ടോളൂ എന്ന്. അപ്പൊ ദേവിക്ക് കൈവരാൻ പോകുന്ന ആ സിദ്ധികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കർദമ മഹർഷി കാണിക്കാൻ പോവുകയാണ്. അദ്ദേഹം നേടിയ സിദ്ധികൾ എന്തൊക്കെയാണെന്ന് ദേവഹൂതിക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അത് കണ്ടോളൂ. അതിനായിട്ട് വിതരാമ്യ എന്ന് വെച്ചാൽ, വിതരാമി എന്നാൽ അതിനായിട്ട് ആ സിദ്ധികൾ കാണാനായിട്ടുള്ള ഒരു അതീന്ദ്രിയ ശക്തി ഉണ്ടല്ലോ, ആ ഒരു ശക്തി ഭവതിക്ക് ഞാൻ അനുഗ്രഹിച്ചു നൽകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയും കാലം എൻ്റെ സ്വധർമാചരണത്തിൽ മുഴുകിക്കൊണ്ട് നേടിയ സകല ഭഗവാന്റെ അനുഗ്രഹത്താൽ നേടിയ സകല സിദ്ധികളും ദേവി നിഷ്കാമമായിട്ട് എന്നെ സേവിക്കുന്നതിലൂടെ ദേവിക്കും കൈവരും. ആ സിദ്ധികൾ എന്തൊക്കെയാണെന്ന് അത് നേടിക്കഴിഞ്ഞാൽ ഭയവും ദുഃഖവും പിന്നെ ഉണ്ടാകില്ല. ആ സിദ്ധികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ദേവിക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോവുകയാണ്. അത് കാണാനുള്ള അതീന്ദ്രിയമായ കാഴ്ച, ആ ദൃഷ്ടി, ആ ശക്തിയും ദേവിക്ക് ഞാനിതാ അനുഗ്രഹിച്ചു നൽകുന്നു എന്നാണ് പറഞ്ഞത്. ശ്ലോകം 8. ഇനി അന്യേ പുനഃ ഭഗവതഃ ഭ്രുവ ഉദ്വിജൃംഭ വിഭ്രംശിത അർത്ഥരചന കിം ഉരുക്രമസ്യ സിദ്ധാ അസി ഭുങ്ക്ഷ്വ വിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ നരേ ദുരധികാൻ നൃപ വിക്രിയാഭിഹി. അന്യേ പുനഃ ഭഗവതഃ ഭ്രുവ ഉദ്വിജൃംഭ വിഭ്രംശിത അർത്ഥരചന കിം ഉരുക്രമസ്യ സിദ്ധാസി ഭുങ്ക്ഷ്വ വിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ നരേ ദുരധികാൻ നൃപ വിക്രിയാഭിഹി. അന്യേ എന്നിട്ട് കർദമ മഹർഷി തന്നെ പറയാണ്. അന്യേ എന്ന് വെച്ചാൽ മറ്റുള്ള ഭഗവാൻ നൽകുന്ന മറ്റുള്ള അനുഗ്രഹങ്ങൾ. അപ്പം നമ്മൾ ഈ സിദ്ധി എന്ന് പറഞ്ഞാൽ വളരെ വലിയ സിദ്ധിയാണ്. അത് കാണാൻ തന്നെ ഒരു അതീന്ദ്രിയ ശക്തി വേണം. അപ്പോൾ അതല്ലാതെ ഭൗതികമായ കുറേ ആഗ്രഹങ്ങൾ ഭഗവാനോട് ചോദിച്ച് അത് സാധിച്ചെടുക്കുന്ന ആ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ഉരുക്രമസ്യ ഭഗവതഃ, ഉരുക്രമസ്യ കാലത്തെ നിയന്ത്രിക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള ഭഗവതഃ, ആ ഭഗവാന്റെ ഭ്രുവ പുരികക്കൊടികൾ ഉദ്വിജൃംഭ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും, അതായത് ഒന്ന് അനങ്ങുമ്പോൾ, ആ ചലിക്കുമ്പോൾ, ആ പുരികങ്ങൾ ഒന്ന് ചലിച്ചാൽ വിഭ്രംശിത നശിച്ചു പോകുന്ന അർത്ഥരചന, ഒരർത്ഥവുമില്ലാത്ത നശിച്ചു പോകുന്ന ഭൗതികമായ സുഖങ്ങൾ, ആ ഭൗതികമായ നേട്ടങ്ങളാകുന്ന അന്യേ മറ്റുള്ള അനുഗ്രഹങ്ങൾ. കിം പുനഃ പിന്നെ എന്തിനു വേണം? ദേവിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഈ സിദ്ധികളൊക്കെ കൈവരിക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അത് അദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട് നേടിയ ആ സിദ്ധികൾ അദ്ദേഹത്തെ സേവിക്കുന്നതിലൂടെ ദേവഭൂതിയും നേടിയെടുത്തിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ദേവഭൂതിയുടെ മനസ്സിൻ്റെ സംയമനമാണ്. അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ അവർ നേടിയ ആത്മസംയമനമാണ് ഈ സിദ്ധികളൊക്കെ നേടാനുള്ള പ്രാപ്തി അവർക്ക് കൊടുത്തത്. അപ്പോൾ പറയാണ്, ഈ സിദ്ധി നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ കാലസ്വരൂപനായ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ കാലം തന്നെയാണ്. ആ കാലസ്വരൂപനായ ഭഗവാന്റെ പുരികങ്ങൾ ഒന്ന് ചലിച്ചാൽ നശിച്ചു, അഥവാ ആ കാലം മുന്നോട്ട് പോകുമ്പോൾ പുരികക്കൊടികളുടെ ചലനം എന്ന് പറയുന്നതാണ് ആ കാലം മുന്നോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം കാലം പോകുന്നതിനനുസരിച്ച് നശിച്ചു പോകുന്ന നശ്വരമായിട്ടുള്ള, അതാണ് അർത്ഥരചന, സുഖങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ. അത് ശാശ്വതമല്ലല്ലോ, ഭൗതികമായി നേടുന്നതൊന്നും ശാശ്വതമല്ല, അത് കാലാകാലം നിലനിൽക്കുകയുമില്ല. അപ്പോൾ ഭഗവാന്റെ
കാലമാകുന്ന ഭഗവാന്റെ ആ പുരികക്കൊടികളുടെ ചലനത്താൽ, അതായത് കാലം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇല്ലാതായി പോകുന്ന, മങ്ങിപ്പോകുന്ന, നശിച്ചു പോകുന്ന ഈ ഭൗതിക നേട്ടങ്ങൾ ആകുന്ന മറ്റനുഗ്രഹങ്ങൾ കിം പുനഃ, പിന്നെ എന്തിനു വേണം? അത്രയും വലിയ അനുഗ്രഹമാണ് ദേവിക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ പറയുന്നത് നൃപ വിക്രിയാഭിഹി. നൃപ വിക്രിയാഭിഹി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനമാനം, എന്തെങ്കിലും ഒരു ചെറിയ സിദ്ധി കൈവരിക്കുമ്പോഴേക്കും എൻ്റെ എന്തെങ്കിലും ഒരു കഴിവ് കൊണ്ട് ഞാൻ ഇതൊക്കെ നേടി എന്ന് വിചാരിക്കുന്ന മനുഷ്യർക്ക് ദുരധികാൻ, ഒരിക്കലും നേടാൻ സാധിക്കാത്ത ദിവ്യാൻ, അത്യധികം അത്ര വലിയ ദിവ്യമായിട്ടുള്ള ഈ ഒരു സിദ്ധികൾ നിജധർമ്മദോഹാൻ, സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹത്തോലും ആ പതിവ്രതാധർമ്മത്താലും ദേവി സിദ്ധ അസി ഭവതി അത് നേടിയിരിക്കുന്നു. ആ നേടിയ അനുഗ്രഹത്തെ വിഭവാൻ, ആ അനുഗ്രഹങ്ങളെ ഭുങ്ഷ്വ, അങ്ങ് ദേവി ഭവതി യഥാവിധി ഇനി അനുഭവിച്ചോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്, കർദമ മഹർഷി പറഞ്ഞത്. അപ്പോൾ കർദമ മഹർഷി പറയാണ്, ഇത്രയും വലിയ സിദ്ധികൾ ദേവി നേടിയിരിക്കുന്നു. ഇത് ഭഗവാൻ കാലം മുന്നോട്ട് പോകും തോറും നശിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വതമല്ലാത്ത ഭൗതിക അനുഗ്രഹങ്ങൾ പോലെയല്ല, അത് ഭൗതികമായ നേട്ടം പോലെയല്ല, അത്രയും വലിയൊരു സിദ്ധിയാണ്. ആ ഭൗതിക നേട്ടങ്ങളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകും. ഒന്നും ശാശ്വതമായിട്ട് നമ്മുടെ കയ്യിലിരിക്കില്ല, അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റ് അനുഗ്രഹങ്ങളും നേട്ടങ്ങളൊക്കെ? അത്രയും വലിയ സിദ്ധിയാണ് ദേവിക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയ ചെറിയ സ്ഥാനങ്ങൾ കിട്ടുമ്പോഴേക്കും, ചെറിയ ചെറിയ കഴിവുകൾ, സിദ്ധികൾ നമ്മളിലേക്ക് ഇങ്ങനെ കൈവരുമ്പോഴേക്കും ഞാൻ എന്തോ ഒരു വലിയ ആളാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മഹത്വം കൊണ്ടാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരിക്കലും നേടാൻ കഴിയാത്ത അത്രയും വലിയ ദിവ്യമായ ഈ സിദ്ധി ദേവി നിഷ്കാമമായിട്ടുള്ള ദേവിയുടെ പതിവ്രതാധർമ്മം, ആ കർമ്മം അനുഷ്ഠിച്ചതിലൂടെ നേടിയിരിക്കുന്നു. ഇനി ദേവി ആ അനുഗ്രഹങ്ങളെ യഥാവിധി അനുഭവിച്ചുകൊള്ളൂ എന്നാണ് കർദമ മഹർഷി പറഞ്ഞത്. അപ്പോൾ മഹർഷി ദേവിക്ക് വലിയൊരു അനുഗ്രഹം കൊടുത്തതായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ദേവഹൂതിക്ക് ഞാൻ വലിയൊരു അനുഗ്രഹം തന്നിരിക്കുന്നു, ഇനി അത് അനുഭവിച്ചോളൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ ദേവഹൂതിയുടെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല. അതാണ് നമ്മൾ ഇനി ശ്ലോകം 9 കാണുന്നത്. ഏവം ബ്രുവാണം അബല അഖിലയോഗമായ വിദ്യാ വിചക്ഷണ ആവേക്ഷ്യ ഗദാദി ആസീത് സംപ്രശ്രയ പ്രണയ വിഹ്വലയ ഗിരാ ഈഷദ് വ്രീഡാവലോക വിലസത് ഹസിത ആനന ആഹ. ഏവം ബ്രുവാണം അബല അഖില യോഗമായ വിദ്യാ വിചക്ഷണ ആവേക്ഷ്യ ഗദ ആദി ആസീത് സംപ്രശ്രയ പ്രണയ വിഹ്വലയ ഗിരാ ഈഷദ് വ്രീഡാവലോക വിലസത് ഹസിത ആനന ആഹ. ഏവം ഇപ്രകാരം ബ്രുവാണം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അഖില യോഗമായ വിദ്യാ വിചക്ഷണ, അഖില യോഗമായ എല്ലാ യോഗമായ ശക്തിയെക്കുറിച്ചുമുള്ള വിദ്യ, ജ്ഞാനത്തെ ശരിയായി നേടിയിട്ടുള്ള ആ തൻ്റെ പതിയെ ആവേക്ഷ്യ, കർദമ മഹർഷിയെ കണ്ടിട്ട് അബലയായിട്ടുള്ള ദുർബലയായി നിൽക്കുന്ന ദേവഹൂതി ഗദാദി, അവളുടെ ആദിയൊക്കെ പോയിട്ട് പൂർണ്ണ സംതൃപ്തിയോടെ ആയി തീർന്നു എന്ന്. അപ്പോൾ ഇപ്രകാരം സംസാരിക്കുന്ന എല്ലാ യോഗമായ ശക്തിയെക്കുറിച്ചും മായാശക്തിയുടെ എല്ലാ വൈഭവങ്ങളെക്കുറിച്ചും എല്ലാ ജ്ഞാനവും നേടിയിട്ടുള്ള തൻ്റെ പതി തൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് അതോടുകൂടി ദേവഹൂതിയുടെ ആദിയൊക്കെ പോയി, വിഷമമൊക്കെ പോയി സംതൃപ്തിയുള്ളവളായി തീർന്നു. അതായത് ദേവഹൂതിയുടെ മനസ്സിൽ താൻ ചെയ്യുന്ന ഈ പരിചരണത്തിൽ, ഈ സേവനത്തിൽ കർദമ മഹർഷി സംതൃപ്തനല്ലേ എന്നൊരു ആദി ഉണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണോ അദ്ദേഹം എന്നെ അറിയാതെ പോകുന്നത് എന്നൊക്കെ ഒരു ആദി ഉണ്ടായിരുന്നു. ദേവഹൂതിയുടെ മനസ്സിലെ ആഗ്രഹം മറ്റൊന്നാണ്. പക്ഷെ ഇത്ര കാലം അത് പറയുകയോ അത് പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് ആ സന്യാസത്തിന് വേണ്ട, സ്വധർമാചരണത്തിന് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോഴും ആ മനസ്സിലെ മോഹം ഒരല്പം പോലെ അദ്ദേഹത്തെ അറിയിക്കുക, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുക ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത്ര നാളും അത് ചെയ്തിട്ടും അദ്ദേഹം എന്തുകൊണ്ട് എൻ്റെ മനസ്സ് കാണുന്നില്ല, അത് എൻ്റെ സേവനത്തിൽ അദ്ദേഹം തൃപ്തനല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്നൊരു ആദി
ദേവഹൂതിക്കുണ്ടായിരുന്നു. ആ ആദി അതോടുകൂടി പോയി. അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണെന്ന് പറഞ്ഞുവല്ലോ, എൻ്റെ ഭഗവതിയുടെ സേവനത്തിൽ ഞാൻ സംതൃപ്തനാണെന്ന് പറഞ്ഞപ്പോൾ ആ ആദിയൊക്കെ പോയി അങ്ങനെ ഉള്ളവളായി തീർന്നു. എന്നിട്ട് സംപ്രശ്രയ വിനയാന്വിതയായി പ്രണയവിഹ്വലയ സ്നേഹാർദ്രമായ മനസ്സോടു കൂടിയിട്ട് ഒന്ന് തൊണ്ടയിടറിയിട്ട് ഗിരാ ഈഷത് എന്ന് വെച്ചാൽ തൊണ്ടയിടറുന്ന ഒരു ശബ്ദത്തോടു കൂടി വ്രീഡാവലോക കർദമ മഹർഷിയെ ഒന്ന് കടക്കൻ നോട്ടം ഇട്ടിട്ട് ഒന്ന് നോക്കിയിട്ട് വിലസത് ഹസിത ആനന ആഹ ഒന്ന് പുഞ്ചിരിച്ചിട്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ ആ ദേവഹൂതി ആഹ ഇപ്രകാരം കർദമ മഹർഷിയോട് പറഞ്ഞു വന്നു. അപ്പോൾ തൻ്റെ മുന്നിൽ നിന്ന് ആ യോഗമായ ശക്തിയുടെ ജ്ഞാനമെല്ലാം അറിഞ്ഞ് നേടിയ തൻ്റെ ഭർത്താവ് കർദമ മഹർഷി പറയുന്നതെല്ലാം കേട്ടിട്ട് അതോടെ ആദിയൊക്കെ പോയി പൂർണ്ണ സമാധാനമായ മനസ്സോടു കൂടിയിട്ട് വളരെ വിനയാന്വിതമായി ആ പ്രണയാർദ്രമായ മനസ്സോടൊക്കെ കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ദേവഹൂതി അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. ഇനി ദേവഹൂതി ഉവാച, ദേവഹൂതി എന്താണ് പറഞ്ഞത്? അവളുടെ മനസ്സിലെ ആഗ്രഹമാണ് ദേവഹൂതി ഇവിടെ കർദമ പ്രജാപതിയോട് പറയുന്നത്. രാധം ഭദ ദ്വിജവൃഷേ ഏതത് അമോഘയോഗ മായാധിപേ ത്വയി വിഭോ തദ് അവൈമി ഭർത്ത യഹ തേ അഭ്യദായി സമയ സകൃത് അംഗസംഗോ ഭൂയാത് ഗരീയസി ഗുണ പ്രസവ സദീന. രാധം വദ ദ്വിജവൃഷേ ഏതത് അമോഘയോഗമായാദിവേ ത്വയി വിഭോ തദ് അവൈമി ഭർത്ത യഹ തേ യസ്തേ അഭ്യദായി സമയ സകൃത് അംഗസംഗോ ഭൂയാദഗരീയസി ഗുണ പ്രസവ സതീന. അതായത് ഇവിടെ ദേവഹൂതി പറയാണ് ദ്വിജവൃഷേ എന്ന് വെച്ചാൽ അല്ലയോ ബ്രാഹ്മണന്മാരിൽ ശ്രേഷ്ഠനായവനെ, വിഭോ അല്ലയോ മഹാനായവനെ, ഭർത്ത അല്ലയോ എൻ്റെ ഭർത്താവേ, എൻ്റെ പതി. എന്നിട്ട് പറയാണ് ഇതെല്ലാം അങ്ങിപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ അനുഗ്രഹം കിട്ടിയ ഈ സിദ്ധികളൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അനുഗ്രഹവും, അതായത് ഈ ഭൗതികമായ സുഖങ്ങളൊക്കെ നേടുന്നത് പിന്നെ എന്തിനാണ്? അതൊന്നും ശാശ്വതമല്ലാത്ത ഒരു ഭൗതിക സുഖങ്ങളോ അനുഗ്രഹമായി പിന്നെ വേണ്ട. അത്രയും വലിയ അനുഗ്രഹമാണ് പതിധർമ്മത്തിലൂടെ നിർവഹിക്കുന്നതിലൂടെ ഭഗവതി നേടിയിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അതാണ് ഏതത്. ഇതെല്ലാം അമോഘ പരിശുദ്ധമായ യോഗമായാധിപേ ത്വയി, അതായത് ആ യോഗമായ ശക്തിയുടെ അധിപനായ അങ്ങ് പറഞ്ഞതെല്ലാം ഇതെല്ലാം തത് അവൈമി എന്ന് വെച്ചാൽ എനിക്കറിയാം, മനസ്സിലായ? അതൊക്കെ എനിക്കറിയാം. രാധം വധ, അങ്ങ് എന്താഗ്രഹിച്ചോ ആ പ്രകൃതി അങ്ങേക്ക് അത് സാധിച്ചു തരും. വധ തീർച്ചയാണ് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ദേവഹൂതി പറഞ്ഞത് അല്ലയോ ദ്വിജവൃഷ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായവനെ, വിഭോ മഹാനായവനെ, അല്ലയോ പതി എൻ്റെ ഭർത്താവേ. അവിടെ നിന്ന് വളരെ പരിശുദ്ധമായ ആ യോഗമായ ശക്തിയുടെ അധിപനാണ്. ആ ശക്തിയെ ശരിക്കും അറിഞ്ഞവനാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ അങ്ങ് എന്താഗ്രഹിച്ചാലും ആ പ്രകൃതി അങ്ങേക്ക് അത് സാധിച്ചു തരും, തീർച്ചയാണ്. ഇതെല്ലാം എനിക്കറിയാം. അതാണ് തത് അവൈമി, അങ്ങീ പറഞ്ഞതൊക്കെ എനിക്കറിയാം. എന്നിട്ട് പറയാണ് സകൃത് അംഗസംഗോ. സകൃത് എന്ന് വെച്ചാൽ ഒരു അതായത് എന്താ പറയുക, സകൃത് എന്ന് വെച്ചാൽ ഒരു ദിവസം എന്നർത്ഥം. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചാൽ ആ ഒരു ദിവസം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഞാൻ ഗർഭം ധരിക്കുന്നത് വരെ അംഗസംഗ, നമ്മൾ തമ്മിലുള്ള ശാരീരിക സംയോജനം നടത്താമെന്ന് സമയഹ എന്നുള്ള ഒരു വാഗ്ദാനം തേ അഭ്യതായി അവിടുന്ന് അങ്ങ് എനിക്ക് തന്നിരുന്നു. അതാണ് ആ പറയുന്നത്, മനസ്സിലായ? ഞാൻ അതാണ് ആ സകൃത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരിക്കൽ എന്നാണ്, അല്ലെങ്കിൽ ഒരു ദിവസം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഗർഭം ധരിക്കുന്നത് വരെ അങ്ങ് കർദമ മഹർഷി ഒരു ഉപാധി വെച്ചിരുന്നു, അച്ഛനോട് പറഞ്ഞിരുന്നുണ്ടല്ലോ, എൻ്റെ വീര്യത്തിൽ നിന്നും ദേവഹൂതി ഗർഭിണിയാകുന്നത് വരെ കുടുംബജീവിതം നയിക്കാം, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സന്യാസാശ്രമത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ദേവഹൂതി. ഞാൻ ഗർഭം ധരിക്കുന്നത് വരെ ആ ഒരു ദിവസം വരെ
അവിടെ നിന്ന് താനുമായിട്ട് ആ ഒരു ശാരീരിക സംയോജനം അത് ചെയ്യാമെന്ന്, അതാവാമെന്നുള്ള ഒരു വാഗ്ദാനം, അതാണ് സമയ. അങ്ങനെ ഒരു വാഗ്ദാനം തേ അഭ്യതായി അവിടെ നിന്ന് എനിക്ക് തന്നിരുന്നു ഇല്ലേ. അതായത് അങ്ങ് നൽകിയിരുന്ന ആ വാഗ്ദാനം ഭൂയാത്, അതാണ് എനിക്കിപ്പോൾ ആവശ്യം. ഭൂയാത് എന്ന് വെച്ചാൽ അത് സംഭവിക്കണം. എന്നിട്ട് പറയാണ് ഗരീയസി, അത്യധികം ശ്രേഷ്ഠനായ ഒരു ഭർത്താവിൽ നിന്നും സതീന, അതായത് പതിവ്രതയായ ഒരു സ്ത്രീ പ്രസവ, അതുപോലെ തേജസ്വിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ ഗുണ, അതാണ് ആ സ്ത്രീക്കുള്ള കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വം അഥവാ ഗുണം എന്ന്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണെന്ന് അന്ന് തുറന്നു പറഞ്ഞു എന്ന് ദേവഭൂതി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു കലിയുഗം മോഡേൺ യുഗം എന്നാണ് പറയുന്നത്. ദ്വാപര യുഗത്തിലാണ് കൃഷ്ണൻ ശാസ്ത്രം മോഡേൺ, അതായത് ആ ഒരു എന്താ പറയുക, എല്ലാവിധ യുക്തിപൂർവമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യുഗത്തിലേക്ക് കടന്നു ദ്വാപര യുഗത്തിൻ്റെ പകുതി തൊട്ടേ തന്നെ. അപ്പോൾ കലിയുഗമായപ്പോൾ കുറേ കൂടിയ ആധുനിക ചിന്താഗതിയാണ്. പക്ഷേ ഇന്നും എത്ര പെൺകുട്ടികൾ മകളായിരിക്കുമ്പോൾ അച്ഛനമ്മമാരോട് അവരുടെ മനസ്സ് തുറക്കുന്നുണ്ട്. അതുപോലെ എത്ര ഭാര്യമാർ അവരുടെ ഉള്ളിലെ ആഗ്രഹം ഭർത്താവിനോട് തുറന്നു പറയുന്നുണ്ട്. എത്രയോ പേര് ഇന്നും മിക്ക വീടുകളിലും ആ സപ്രഷനാണ്, പൂട്ടി വെച്ചിരിക്കുകയാണ് മിക്ക സ്ത്രീകളും. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അത് പറഞ്ഞാൽ തെറ്റാവൂ, ഇത് പറഞ്ഞാൽ തെറ്റാവൂ എന്നുള്ള ചിന്തയാൽ ആ സ്വപ്നങ്ങളെ പലരും മൂടി വെച്ച് കഴിയുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഇന്നും. പക്ഷേ ഇത് നടക്കുന്നത് അന്ന് സത്യയുഗത്തിലാണ് എന്ന് ഓർക്കണട്ടോ. ആ സത്യയുഗത്തിൽ അന്ന് ജീവിച്ചിരുന്ന സ്ത്രീകൾ അതും മുന്നിൽ നിൽക്കുന്നത് ആരുടെയാണ്? അത്രയും വലിയ മഹായോഗിയായിട്ടുള്ള കർദമ മഹർഷിയോടാണ്. ഏറ്റവും തുച്ഛമായ തൻ്റെ ഈ ആഗ്രഹം പോലും മനസ്സിൽ മൂടി വയ്ക്കാതെ അദ്ദേഹം ചോദിച്ചപ്പോൾ തുറന്നു പറയാൻ ദേവഹൂതി തുറന്നു പറയുന്നത് കണ്ടോ. അപ്പം അതാണ്. അപ്പോൾ ദേവഹൂതി പറയാണ്, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. ഇത്രയും വലിയ പ്രകൃതി, ആ യോഗമായാശക്തിയുടെ അധിപനായ അങ്ങ് എന്ത് ആഗ്രഹിച്ചാലും പ്രകൃതി അത് അങ്ങേക്ക് സാധിച്ചു തരും. തീർച്ചയാണ്, അതെല്ലാം എനിക്കറിയാം. അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ അങ്ങ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു, ഞാൻ ഗർഭം ധരിക്കുന്നത് വരെ ഞാനുമായി ഒരു ശാരീരിക സംയോജനം അത് ആവാമെന്നുള്ള ഒരു വാഗ്ദാനം അങ്ങ് എനിക്ക് നൽകിയിരുന്നു. അതാണ് എനിക്കിപ്പോൾ, അത് അനുഭവിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതിന് കാരണം ഇത്ര മഹായോഗിയായ ഒരു പതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സാത്വികയായിട്ടുള്ള ഭാര്യ അതേപോലെ ഒരു തേജസ്വിയായ കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അതാണ് ഏറ്റവും വലിയ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്നും കൂടി ദേവഭൂതി പറയുന്നു. ശ്ലോകം 11. തത്ര, അനി അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ അതിനങ്ങ് ഇപ്പം തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനു വേണ്ട ഒരുക്കങ്ങൾ അങ്ങ് നോക്കണം. കാരണം എൻ്റെ ശരീരം ഇപ്പോൾ ക്ഷീണിച്ച് തളർന്ന് ദുർബലയായിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ മെലിഞ്ഞിട്ട്. അത് മാത്രമല്ല, ഈ ഒരു ആശ്രമ അന്തരീക്ഷം ഇതൊന്നും എൻ്റെ മനസ്സിൽ കുറേ കാലമായ ഈ വ്രതാനുഷ്ഠാനങ്ങളും ഈ ഒരു ജീവിത രീതിയിലൂടെ പോയിട്ട് എൻ്റെ മനസ്സിലിപ്പോൾ എൻ്റെ മനസ്സ് അതിനൊന്നും പാകപ്പെട്ടിട്ടില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങ് എനിക്ക് അതിനനുയോജ്യമായ ഒരു സാഹചര്യവും എനിക്ക് ഒരുക്കി തരണമെന്ന് പറയുകയാണ് ദേവഹൂതി. തത്ര ഇതി കൃത്യം ഉപശിക്ഷ യഥോപദേശം യേന ഏഷ മേ കർഷിതഃ അതിരിരംസയാ ആത്മാ സിദ്ധ്യേത തേ കൃതമനോഭവ ദർശിതായ ദീനഃ തദീശ ഭവനം സദൃശം വിചക്ഷ്വ. തത്ര ഇതി കൃത്വമുപശിക്ഷ യഥോപദേശം യേന ഏഷ മേ കർഷിതഃ അതിരിരംസയാ ആത്മാ സിദ്ധ്യേത തേ കൃതമനോഭവദർശിതായ ദീനഃ തദ് ഈശാ ഭവനം സദൃശം വിചക്ഷ്വഃ. തത്ര എന്ന് പറഞ്ഞാൽ ദേവഹൂതി പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് താനുമായിട്ടുള്ള ആ ശാരീരിക സംയോജനം, ഈ ഒരു കാര്യത്തിൽ ഈ ഉപശിക്ഷ അത് നിർവഹിക്കുന്നതിന്, അത് നടപ്പാക്കുന്നതിന് വേണ്ട ഇതി കൃത്യം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യഥോപദേശം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തുമ്മലല്ല, യഥോപദേശം എന്ന് വെച്ചാൽ വേദപ്രതിപത്തി പ്രകാരം നമ്മുടെ മഹർഷിമാർ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി പ്രകാരം വേണ്ട എല്ലാ കാര്യങ്ങളും
ഏന ഏഷ എന്തൊക്കെയാണോ അതെല്ലാം അങ്ങ് എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പറയുന്ന കാരണം ഇതാണ്. തേ കൃതമനോഭവ ദർശിതയാ, തേ അങ്ങയോടുള്ള കൃതമനോഭവ ദർശിതയാ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാമവികാരം കൊണ്ട് കർഷിതഃ അതിരിരംസയ ആത്മാ മേ എന്ന് വെച്ചാൽ എൻ്റെ കർഷിതഃ ക്ഷീണിച്ചിരിക്കുന്ന അതിരിരംസയ ആത്മാ ശരീരമാണ് ഇപ്പോൾ. അപ്പോൾ അവളുടെ ശരീരം ക്ഷീണിക്കാനുള്ള കാരണം കർദമ മഹർഷിയെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കഠിനാധ്വാനം ചെയ്ത് ഇത്രയും കാലം അദ്ദേഹത്തെ സേവിച്ചത് കൊണ്ടല്ലാന്ന് അവൾ തന്നെ പറയാണ്, ദേവഹൂതി തന്നെ പറയാണ്. അതുകൊണ്ടല്ല എൻ്റെ ശരീരം ക്ഷീണിച്ചത്, എൻ്റെ മനസ്സിൽ ഞാൻ അടക്കി വെച്ചിരുന്ന എൻ്റെ ആഗ്രഹം അത് നടക്കാതെ പോകുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ് എൻ്റെ ശരീരം ഇത്രമാത്രം മെലിഞ്ഞു പോയത്. മനസ്സിലായോ? അതാണ് അത്. വേറൊരു തരത്തിൽ നമുക്കതിന് ഇന്നത്തെ കാലത്തേക്ക് കൂട്ടിയിണക്കുകയാണെങ്കിൽ മനസ്സിനേൽക്കുന്ന ആദികളാണ് നമ്മളുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പണ്ടുള്ളവർക്ക് കാലങ്ങളിങ്ങനെ പുരോഗമിച്ച് വർഷങ്ങളിങ്ങനെ കഴിയും തോറും രോഗങ്ങൾ കൂടുക. നമ്മൾ പുതിയ കുറേ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? പക്ഷേ എന്തൊക്കെ കണ്ടുപിടിച്ചാലും ഒന്നിനെയും ശമിപ്പിക്കാനല്ല പറ്റുന്നത്, എല്ലാം കൂടി വരികയാണ്. രോഗങ്ങൾ കൂടുന്നു, മരണനിരക്ക് കൂടുന്നു, എല്ലാം കൂടി വരികയാണ്, അതിന് കടന്നു പോവുകയാണ്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ശാസ്ത്രം പുരോഗമിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല, ഇതൊക്കെ പിന്നെയും കൂടിക്കൊണ്ടുവരിക അല്ലേ? മനസ്സിൻ്റെ സപ്രഷനും മനസ്സിൻ്റെ എന്താ പറയുക സ്ട്രെസ്, മനസ്സെടുത്തു കൂട്ടുന്ന ആദികളാണ് എല്ലാവിധ ശരീരത്തിൻ്റെ വ്യാധികൾക്കും അസുഖങ്ങൾക്കും കാരണമാകുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ക്യാൻസർ, അൽഷിമേഴ്സ്, ഇതുപോലെ കിഡ്നി ഫെയിലിയർ, ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഇന്ന് കൂടി വരുന്നതിൻ്റെ കാരണം ഇന്നത്തെ, ശരിയാണ് ഒരു പരിധിവരെ ഇന്നത്തെ ജീവിത രീതി അതിനൊരു കാരണം തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. ഇന്നത്തെ കാലത്തെ ഭക്ഷണം, നമ്മൾ പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ പോലും അതിൽ പോലും വിഷം ആണെന്ന്. അതുപോലെ ഇന്നത്തെ വായു, മലിനമായ വായു, ജലം മലിനമാണ്. പച്ചക്കറി ആണെങ്കിലും ഏത് തരം സാധനം കഴിച്ചാലും അതിലെല്ലാം വിഷാംശമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എല്ലാം ഒക്കെ ശരിയാണ്. പക്ഷേ അതിനൊരു 40% കാരണമെങ്കിൽ അതിനേക്കാൾ 60% ഇന്നത്തെ രോഗങ്ങളും അസുഖങ്ങളും കൂടാനുള്ള പ്രധാന കാരണം മനുഷ്യനെടുത്തു കൂട്ടുന്ന മനസ്സിൻ്റെ സ്ട്രെസ്സാണ്. മനസ്സ് അടങ്ങാത്തതാണ് അതിന് പ്രധാന കാരണം. ഇതിൽ കൂടുതൽ നമ്മളേക്കാൾ ശാന്തമായിരുന്നു ഇതിൻ്റെ മുന്നത്തെ തലമുറ. ഒരു 80കളിലും ഒക്കെ ജീവിച്ചിരുന്നവരുടെ, നമ്മുടെ തന്നെ ചെറുപ്പത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കറിയില്ലേ ആ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. ആ ഒരു 80കളുടെയൊക്കെ ഒരു നൈർമല്യം ഇന്നുണ്ടോ? ഇല്ല. അപ്പോൾ അന്ന് ഇതിനേക്കാൾ കൂടുതൽ മനസ്സ് ശാന്തമായിരുന്നു എല്ലാവരും. പക്ഷെ കാലങ്ങൾ കഴിയുന്തോറും മനസ്സിങ്ങനെ എല്ലാവരുടെയും പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുക. കുട്ടികൾ പോലും ഇന്ന് സ്വസ്ഥത എന്താണെന്ന് അവർ അനുഭവിക്കണില്ല. അതാണ് ഇന്നത്തെ ഒരു കാലത്ത് ഇടയ്ക്ക് കിട്ടുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് കൂടൽ സന്തോഷം. അതുമാത്രമേ ഉള്ളൂ ഇന്ന് എല്ലാവർക്കും അനുഭവിക്കാൻ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. അപ്പം മനസ്സ് അങ്ങയോടുള്ള കാമവികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളായതുകൊണ്ടാണ് എൻ്റെ ശരീരം, അതുകൊണ്ട് ക്ഷീണിച്ചു പോയ ഒരു ശരീരമാണ് എൻ്റേത്. അതുകൊണ്ട് സിദ്ധ്യേതഹ, അങ്ങ് എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക, വേദവിധി പ്രകാരം വേണ്ട എല്ലാ കാര്യങ്ങളും, അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും സിദ്ധ്യേതഹ, അങ്ങ് എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. എന്നിട്ട് പറയാണ്, ദീനഹ, ദുർബലയായ തത്, എൻ്റെ ഈ ശരീരം, ഈശാ അലയോ പ്രഭു, അതിനെ അത് എൻ്റെ ദുർബലമായ എൻ്റെ ഈ മനസ്സ് അത് കുറേ കൂടി നല്ല ഒരു ശാരീരിക സംയോജനത്തിലേക്ക് വരുന്ന രീതിയിൽ എൻ്റെ മനസ്സാവാനായിട്ട് ഭവനം സദൃശം വിചക്ഷ, അതിനനുയോജ്യമായ സാഹചര്യങ്ങളോട് കൂടിയ ഒരു നല്ലൊരു ഭവനം അങ്ങ് എത്രയും പെട്ടെന്ന് ഒരുക്കി തരണമെന്ന ആവശ്യമാണ് ദേവഹൂതി പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ആ പണിയെടുത്തുകൊണ്ടല്ല ഞാൻ ക്ഷീണിച്ചത്. ഈ ഒരു ആഗ്രഹം, അങ്ങയിൽ നിന്ന് ഒരു കുഞ്ഞിനെ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം
മനസ്സിൽ കൊണ്ട് നടന്ന് അതിൻ്റെ സപ്രഷൻ കൊണ്ട് അത് അടക്കി പിടിച്ച് നടന്നതുകൊണ്ട് മെലിഞ്ഞു പോയൊരു ശരീരമാണ് എൻ്റേത്. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിർവഹിക്കുന്നതിന് വേണ്ട യഥാവിധി പ്രകാരമായ എല്ലാ കാര്യങ്ങളും അങ്ങ് എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. എൻ്റെ ദുർബലമായ എൻ്റെ ഈ മനസ്സ് ഒന്നും കൂടി സന്തോഷത്തിലേക്ക് എത്തുന്നതിന് ഈ ഒരു ആശ്രമാന്തരീക്ഷം വിട്ടിട്ട് കുറച്ച് അതിനനുയോജ്യമായ ഒരു ഭവനം അങ്ങ് എത്രയും പെട്ടെന്ന് ഒരുക്കിത്തരണം എന്ന് കൂടി ദേവഭൂതി ആവശ്യപ്പെട്ടു. ശ്ലോകം 12. മൈത്രേയ ഉവാച പ്രിയായ പ്രിയം അന്വിച്ചൻ കർദമോ യോഗമാസ്ഥിത വിമാനം കാമകം ക്ഷത്ത തർഹിയേവ ആവിരജീകരത് പ്രിയായ പ്രിയം അന്വിച്ചൻ കർദമഹായോഗമാസ്ഥിത വിമാനം കാമകം ക്ഷത്ത തർഹിയേവ ആവിരജീകരത്. അപ്പൊ മൈത്രേയ മഹർഷി വിദുരരോട് പറയാണ്, ക്ഷത്ത അല്ലയോ വിദുരരെ, ഇത് കേട്ട മാത്രയിൽ മൈത്രേയ മഹർഷി എന്താ നീ എന്നോട് ആവശ്യപ്പെട്ടത്, അങ്ങനെ അതൊന്നും എനിക്കിഷ്ടമല്ല, ഇതൊന്നല്ല പറഞ്ഞത്. കണ്ടോ, അദ്ദേഹം കൊടുത്ത വാക്കാണ് ആ ഗർഭം ധരിക്കുന്നത് വരെ ഞാനൊരു ഗൃഹസ്ഥാശ്രമി ആയിക്കൊള്ളാം എന്നുള്ളത്. അപ്പം അദ്ദേഹം എന്താ ചെയ്ത്, പ്രിയായ പ്രിയം, തൻ്റെ ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അന്വിച്ചൻ അത് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കർദമ മഹർഷി യോഗമാസ്ഥിത തൻ്റെ ആ യോഗശക്തിയെ ഉപയോഗിച്ച് കാമകം, അതായത് ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനം പോലെ ആകാശത്തിലൂടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനം പോലുള്ള ഒരു കൊട്ടാരം തർഹിയേവ വളരെ പെട്ടെന്ന് തന്നെ ആവിരജീകരത്ത് അവിടെ സൃഷ്ടിച്ചു എന്ന്. ശരിയാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അപ്പോൾ അവളുടെ ഇഷ്ടം എന്താണോ, അവളുടെ ഭാര്യയുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനം, അത് ആ വിമാനം ഒരു കൊട്ടാരം പോലെയാണെന്ന് ആ വിമാനം, അങ്ങനെയുള്ള കൊട്ടാരം പോലുള്ള ഒരു വിമാനം എത്രയും പെട്ടെന്ന് അവിടെ സൃഷ്ടിച്ചു. ഇനി ആ വിമാനത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവഋത്തി ഉപജയ ഉദർക്കം മണിസ്തംഭൈ ഉപസ്കൃതം. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവഋത്തി ഉപജയ ഉദർക്കം മണിസ്തംഭൈ ഉപസ്കൃതം. അതായത് സർവകാമദുഃഖം, ആ വിമാനത്തിൽ കയറിയിരുന്നത് ആരാണോ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത്. അവരെന്താഗ്രഹിച്ചു അതൊക്കെ അവിടെ വരും. അങ്ങനെയുള്ളൊരു വിമാനമാണത്. അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ദിവ്യം, അതീവ ദിവ്യമായിട്ടുള്ള സർവരത്ന സമന്വിതം, എല്ലാ രത്നങ്ങളും പതിപ്പിച്ച സർവഋദ്ധി ഉപജയ ഉദർക്കം, എല്ലാ വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന, വർദ്ധിച്ചു വരുന്ന മണിസ്തംഭൈ ഉപസ്കൃതം, രത്നങ്ങൾ പതിപ്പിച്ച തൂണുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് മനോഹരമായിട്ടുള്ള ഒരു വിമാനമായിരുന്നു അത് എന്ന് പറഞ്ഞു. ഇനി മറ്റല്ലേ 7:34 കറക്റ്റ് 1 മണിക്കൂറായില്ലേ. ഇനി നമുക്ക് ശനിയാഴ്ച എടുക്കാം. ശനി ഞായറോടും കൂടിയിട്ട് നമ്മുടെ ഈ അധ്യായം അവസാനിക്കും.